ഒരു പ്രീമിയം ബ്രാൻഡ് ഔഡി. അപ്പോൾ ഔഡി എന്നോട് ചോദിച്ചതാണിത്, ഹു ആർ യു? അതുപോലെ വാലിഡ് ക്വസ്റ്റ്യൻ. അവർ പറഞ്ഞതിൻ്റെ റീസൺ ഇതാണ്, വി ആർ പർട്ടിക്കുലർ അബൌട്ട് വെയർ അവർ ബ്രാൻഡ് ഈസ് ബീങ് ടോക്ഡ് അബൌട്ട്. 2016 ഞാനൊരു 10-200 കാർ അപ്പോഴത്തേക്ക് ഓടിച്ചിട്ടുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 100 കാർ ഓടിച്ച മലയാളി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തു മിഥുൻ. It was also linked to my purpose of blogging കേട്ടോ. I wouldn't say blogging, കാരണം ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ബ്ലോഗിംഗ് എന്നൊരു ഓപ്ഷൻ ഇല്ല, മീഡിയ എന്ന് തന്നെയാണ്. So I had to position myself as an automotive journalist. And there, the credibility is much more important. Right. ഔട്ട്ലുക്ക് ഇന്ത്യയിലൊക്കെ എഴുതുന്നത് ഭയങ്കര ഒരു പ്രിവിലേജാണ്. സോ അവിടേക്ക് എത്തിയപ്പോഴേക്കും there was no question about establishing your credibility. Hello everyone, my name is Benil Philip. Welcome back to Motive Dubai, where we share aspiring stories. Sudeep Koshi, first of all, congratulations on your 15th anniversary of Drive Me Online. ഒരു 15 വർഷം, 1.5 പതിറ്റാണ്ട് ഒരു സംഭവം കൊണ്ടു നടക്കാമെന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ഹൗ വാസ് ദ ജേർണി എന്ന് ഞാൻ ചോദിക്കാം. അതിന് മുന്നേ സുദീപ്, നമുക്കൊരു 10 വർഷമായിട്ട് അറിയാം അല്ലേ? നമ്മൾ ഒരേ അലുമിനി ആണെങ്കിലും നമ്മൾ അടുത്തിടപെടാൻ തുടങ്ങിയിട്ട് 10 വർഷം ആയിട്ടുള്ളൂ. സുദീപിനെ ഓരോ തവണ കാണുമ്പോഴും ഒരു വ്യത്യസ്തമായ റോളിലാണ്. ചിലപ്പോൾ ഒരു സിംഗറായിട്ട്, ചിലപ്പോൾ ഒരു ആക്ടറായിട്ട്, ചില സമയത്ത് മൈക്ക് കൊടുത്തിട്ട് ഒരു MC ആയിട്ട്, ചിലപ്പോൾ ഒരു കാർ വ്ളോഗറായിട്ട്. താങ്കൾ ആരാണ്? First of all, thank you very much for your good wishes. Yeah. And also, before going ahead with anything else, thank you so much for having me with you today. Because it's nice to, especially, നമ്മളുടെ അലംനായി ആണെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാറില്ല. അപ്പോൾ ആ ഒരു അതിന് ഐ എം താങ്ക്ഫുൾ ആൻഡ് ഗോയിങ് അഹെഡ് വിത്ത് ദ സ്റ്റോറി. 15 years ഞാൻ ഈ പറഞ്ഞ പോലെ ഡ്രൈവ് മീ ഓൺലൈൻ ഈ വർഷം മാർക്ക് ചെയ്യുകയാണ്. അതൊരു എനിക്കൊക്കെ ഒരു ഭയങ്കര മൈൽ സ്റ്റോണും സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ്. ബട്ട് കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, ഞാൻ ആരാണ് എന്നുള്ളത് അത് ഞാനിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ചില നേരങ്ങളിൽ ചില മനിതர்கள் എന്നൊരു തമിഴിൽ ഇങ്ങനെ പറയും. അപ്പോൾ ഓരോ നേരത്തും നമ്മൾ ഓരോ മനിതനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെയ്യാൻ ഈ ലോകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. തീർച്ചയായും. അപ്പോൾ എന്ന് പറയുന്നത് അത് ചെയ്യാൻ മടിച്ചു നിൽക്കാതെ ചെയ്യുക എന്നുള്ള അവസരം വന്നു കഴിഞ്ഞാൽ അതങ്ങ് എടുക്കുക. അതുകൊണ്ട് ഒരു ആക്ടറാവാനുള്ള അവസരം വന്നപ്പോൾ ഞാനതെടുത്തു. പിന്നെ പാഷൻ്റെ പുറത്ത് കാറുകൾക്ക് പിന്നാലെ ആയപ്പോൾ കാർ വ്ളോഗറായും കാർ റിവ്യൂവറായിട്ടൊക്കെ അങ്ങനെ പോയി. പിന്നെ ഈ പറയുന്ന പോലെ MC-യും പാട്ട് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ പാട്ട് പാടും. അപ്പോൾ അങ്ങനെ പോകുന്നു. ഓക്കെ, ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലിൽ പറയുന്നത് ഇച്ചിങ് ഫോർ മോർ. ദാറ്റ്സ് എക്സാക്ട്ലി റൈറ്റ്, ഇച്ചിങ് ഫോർ മോർ. കാരണം നമുക്ക് ഇനി അറിഞ്ഞുകൂടാ, ഈ ആക്ടർ ആവാനൊക്കെ ഇരുന്നത് അത് ഞാൻ പ്ലാൻഡൊന്നും ആയിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ അത് ഈ പ്രത്യേകിച്ചും ആ കാർ വ്ളോഗിങ് ചെയ്തിരുന്ന സമയത്ത് ഒരു ഡ്രൈവറുടെ പ്രൊഫൈലും പിന്നെ ഞാൻ സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് ഈ റോളിന് ചേരുമെന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ വിധു വിൻസെൻ്റ് എനിക്കത് ആ റോൾ ഓഫർ ചെയ്തതാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളും ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതല്ല. ഈ ആക്ടർ റോളായാലും റേഡിയോയിലെ റോളായാലും ഒക്കെ, റേഡിയോ പിന്നെ ഓട്ടോമോട്ടീവ് പ്രസൻറ്റർ ആകുന്നതൊക്കെ ഔട്ട് ഓഫ് ദ ബ്ലൂസ് വന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾക്ക് റെഡി ആവുക, ബി റെഡി എന്നുള്ളതാണ് അതിൻ്റെ മോട്ടോ. ബി പ്രിപ്പയർഡ്, സ്കൗട്ടിൻ്റെ മോട്ടോയാണ്. സോ കമ്മിങ് ബാക്ക് ടു ഡ്രൈവ് മീ ഓൺലൈൻ, ഈ 1.5 പതിറ്റാണ്ട് മുന്നേ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് ഈ ബ്ലോഗിങ് അല്ലെങ്കിൽ വ്ളോഗിങ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ബ്ലോഗിങ് തന്നെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അബ്സല്യൂട്ട്ലി കറക്റ്റ്. ബട്ട് ഹൗ ഡിഡ് യു സ്റ്റാർട്ട്? ആ ഒരു സമയത്ത് 15 കൊല്ലം മുമ്പ് എനിക്ക് തോന്നുന്നു പ്രിൻ്റായിരുന്നു ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് മീഡിയ. ആൻഡ് ഡിജിറ്റൽ മീഡിയ ഇതിപ്പം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ലോകമെമ്പാടും കുറച്ചൊക്കെ വ്ളോഗ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, വ്ളോഗ്സ് വളരെ കുറവായിരുന്നു. വ്ളോഗ്സ് ഉണ്ടായിരുന്നെങ്കിലും they were not ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിരുന്നില്ല. അതിന് 2 അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഒന്ന്, when I got into the website business, the automotive website കൊണ്ടുവന്നപ്പോൾ I was among the few worldwide.
So there was a time when Drive Me Online was ranked number 5 in the world. Oh, okay. അത് സംഭവിച്ചത് അത് അങ്ങനെ ഒരു ജോണർ ജസ്റ്റ് ബ്ലൂം ചെയ്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് പക്ഷേ അതിൻ്റെ ചാലഞ്ച് ഭയങ്കര, കാരണം ഈ ഡിജിറ്റൽ മീഡിയ, ഉദാഹരണത്തിന് ഡ്രൈവ് അറേബ്യ വളരെ പോപ്പുലറായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരുന്ന ഒരു സൈറ്റാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ആ പടം 2 ഡ്രൈവ് അറേബ്യയും അന്നത്തെ ഓട്ടോ മിഡിൽ ഈസ്റ്റും, അപ്പോൾ ഡ്രൈവ് അറേബ്യയും അന്നത്തെ ഓട്ടോ മിഡിൽ ഈസ്റ്റും ഇവർ 2 പേരും മാത്രമേ ഉള്ളായിരുന്നു. DriveMeOnline.com വാസ് ദ, ഇപ്പം നോക്കുവാണെങ്കിൽ ദ സെക്കൻഡ് ഓൾഡസ്റ്റ് സർവൈവിങ് ഓട്ടോമോട്ടീവ് വെബ്സൈറ്റ് എന്ന് പറയാം. സോ അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ദ ഓട്ടോമോട്ടീവ് കമ്പനീസ് ഹാഡ് 0 റെസ്പെക്ട് ഫോർ ഡിജിറ്റൽ. അപ്പോൾ അതുകൊണ്ട് അവർ ഈ പറയുന്ന പോലെ ടോപ്പ് ഗിയറും ഓട്ടോക്കാറും ഒക്കെ വെച്ചിട്ട് വീൽസും ഒക്കെ വെച്ചിട്ട് പ്രിന്റ് മീഡിയ മാത്രമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. സോ ദേ വാസ് എ ഹ്യൂജ് ഐസ് ബ്ലോക്ക് ടു ബ്രേക്ക് ആൻഡ് ദർ വാസ് എ പാത്ത് ടു ബി കട്ട്. നമ്മൾ ഈ ജീപ്പിൻ്റെ ഒക്കെ കാര്യം പറയുന്നത് പോലെ 4x4 യു ആർ കട്ടിങ് പാത്സ് വെയർ പാത്സ് ആർ നോട്ട് ദെയർ. സോ എനിക്ക് ചോദിക്കാനുള്ളത്, ഐ യു ആക്സിഡൻ്റൽ വ്ളോഗർ ഓർ പാഷൻ ഡ്രിവൺ ആയിട്ട് ഇതിലോട്ട് വന്നതാണോ? ഐ വുഡ് സേ പേർപ്പസ് ഉണ്ടായിരുന്നു, പാഷൻ ഉണ്ടായിരുന്നു. ഐ ഓൺലി ഹാഡ് ടു ആഡ് പേർപ്പസ്. സോ അതുകൊണ്ട് അതിനകത്തൊരു ആക്സിഡൻ്റൽ എലമെൻ്റ് ഇല്ല ആസ് എ കാർ എൻതൂസിയാസ്റ്റ്. ഒരു ഗുണം ഉണ്ടായിരുന്നത്, ഞാൻ അഡ്വർടൈസിങ്ങിലായിരുന്നു. അപ്പോൾ കോപ്പി റൈറ്റർ, ക്രിയേറ്റീവ് ഡയറക്ടറൊക്കെ ആയിട്ട് 8 കാർ ബ്രാൻഡ്സോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻ്റെ പണി എന്ന് പറയുന്നത് അത് ലോഞ്ച് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെയുള്ള ക്യാമ്പയിൻസ് ഉണ്ടാക്കുക. അപ്പോൾ ഉദാഹരണത്തിന് 12 കൊല്ലത്തോളം ഈ റീജിയനിലെ മാസ്ദ അഡ്വർടൈസിങ് ഞാനാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അത് എൻ്റെ ടീമാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഷെവർലയുടെ ആവിയോ, ഒപ്ട്ര, എപ്പിക്ക ഇതൊക്കെ ഞാനാണ് ലോഞ്ച് ചെയ്തത്. 2002-03 മറ്റോ. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ ഓൾറെഡി ഇൻ ടച്ച് വിത്ത് ഓട്ടോമോട്ടീവ് റൈറ്റിംഗ് ആണ്. നമ്മുടെ മനസ്സിൽ ഓട്ടോമോട്ടീവ് ലവ് ഉണ്ട്, കാറിനോടുള്ള ഇഷ്ടം ഓൾറെഡി ഉണ്ട്. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അന്ന് ഐ വാസ് പെയ്ഡ് ടു റൈറ്റ് ബിക്കോസ് യു ആർ പ്രൊമോട്ടിങ് യു ആർ എ കോപ്പി റൈറ്റർ. അപ്പം അവർ പറയുന്ന സംഗതികൾ എഴുതാൻ വേണ്ടി നമുക്ക് അവർ പൈസ തരുന്നു. എനിക്കത് മാറ്റണമായിരുന്നു. I wanted to write what I wanted or say what I wanted about cars and not get paid for it. കമ്മിറ്റ്മെൻ്റ് ഇല്ലല്ലോ. അപ്പം നമുക്ക് പിന്നെ പണം തരുന്നവരോടാണ് നമുക്ക് കമ്മിറ്റ്മെൻറ്റ്. ഇത് ഇറ്റ് വാസ് മൈ ഓപ്പർച്യൂണിറ്റി ടു ഹാവ് കമ്മിറ്റ്മെൻറ്റ് ടു മൈ റീഡേഴ്സ്. And that was your purpose? That was the purpose. Okay, all right, great. So finding that purpose melted well with the passion and here I was. Okay, all right. So ഏതൊരു ഇൻഡസ്ട്രിയിലും സീസൺഡ് ആവാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. ഓക്കെ, അതായത് ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു ബ്രാൻഡിൻ്റെ അടുത്ത് പോയിട്ട് എനിക്കൊരു വണ്ടി തരണം, ഡ്രൈവ് ചെയ്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണ്, അല്ലെന്നുണ്ടെങ്കിൽ വ്ലോഗ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ അവർ ഈസിലി ട്രസ്റ്റ് ചെയ്യില്ല. കാര്യം യു ആർ എ ബിഗിനർ. എങ്ങനെയായിരുന്നു ആ ക്രെഡിബിലിറ്റി ഇനീഷ്യലി എസ്റ്റാബ്ലിഷ് ചെയ്തത്? ഞാൻ ചിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യു ആക്ച്വലി ആ പറയുന്ന ഒരു പിൻ പോയിന്റ് ചെയ്താണ് ആ ഒരു വേർഡ് എടുത്തത്, ക്രെഡിബിലിറ്റി. കാരണം അത് തന്നെയായിരുന്നു ഇതിനകത്ത് ഏറ്റവും വലിയ ചാലഞ്ച്. ഇപ്പോഴാണെങ്കിലും പിന്നെ ഈ പുതിയതായിട്ട് കടന്നു വരുന്ന ആരും ഫേസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന സംഗതി. ആൻഡ് കെൻ യു ബിലീവ് ഇറ്റ്, ഇപ്പോൾ ഈവൻ ദോ പീപ്പിൾ തിങ്ക് ഓ എന്ത് രസമാണ്, യു ക്യാൻ ഡു വട്ട് എവർ യു വോണ്ട്, യു ഡു ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ജോലി നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും അവിടെ എത്തിച്ചേരാനുള്ള ഒരു വലിയ ഒരു ഹെർക്യൂലിയൻ ടാസ്ക് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, യു ആർ ഫേസ്ഡ് വിത്ത് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഹൂ ആർ യു, ലിറ്ററലി. ആൻഡ് ശരിക്കും എനിക്ക് അങ്ങനെ ഒരു, അതായത് നമ്മൾ വന്നിട്ട് നമ്മൾ ചെയ്യാം, പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, റിവ്യൂ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ ആരാണ് ഇത് ചെയ്യാൻ? ആൻഡ് ലൈക്ക് എനിക്ക് പറയാൻ ഇഷ്ടമുള്ള ഒരു സ്റ്റോറി, ഇതിനകത്ത് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്ത ഒരു പ്രീമിയം ബ്രാൻഡ് ഔഡി. അപ്പോൾ ഔഡി എന്നോട് ചോദിച്ചതാണിത്, ഹൂ ആർ യു? അതുപോലെ തന്നെ വാലിഡ് ക്വസ്റ്റ്യൻ. അവർ പറഞ്ഞതിൻ്റെ റീസൺ ഇതാണ്, സി ഞങ്ങൾക്ക് വി ആർ പർട്ടിക്കുലർ അബൌട്ട് വേർ അവർ ബ്രാൻഡ് ഈസ് ബീങ് ടോക്ക്ഡ് അബൌട്ട്. നിങ്ങളുടെ മീഡിയ പ്ലാറ്റ്ഫോം എന്താണ്, അവിടെ ഞങ്ങൾക്ക് ചേർന്നതാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അനുവദിക്കൂ എന്ന്.
ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ പുതിയതായിട്ട് വരുന്ന പലർക്കും ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇഫ് യു ഹാവ് എ ഫ്യൂ ഫോളോവേഴ്സ് ആൻഡ് യുവർ കോണ്ടന്റ് ലുക്സ് ഗുഡ്, there are brands who are kind enough or willing enough to take that risk, take that chance, and give you a car just to do content for a bit. അത് ഇപ്പോഴത്തെ നോം. അന്ന് അങ്ങനെയല്ല, സാക്രോ സാങ്ക്റ്റ് ആണ്. ആസ് ഐ സെഡ്, പ്രിന്റ് മീഡിയവും പിന്നെ ലാർജ് ഫോമാറ്റ് പിന്നെ BBC ടോപ്പ് കെയർ ആണ് ഇതിനകത്ത് ഇത്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഡിജിറ്റൽ മീഡിയയ്ക്ക് അവർക്കൊരു പ്രസക്തി ഇല്ലാത്തൊരു സമയം. അതുകൊണ്ട് തന്നെ ഞാനൊരു സ്ട്രാറ്റജി എംപ്ലോയ് ചെയ്തു. കാരണം നമ്മൾ ഒരിടത്ത് ചെന്നിട്ട് എനിക്ക് ഐ വാസ് വറീഡ് അബൌട്ട് നമ്മൾ ചോദിച്ചാൽ പോയ ഒരു വാക്ക് എന്നൊക്കെ നമ്മുടെ പിന്നെ ഇതിനകത്ത് കിൽക്കത്തിലൊക്കെ പറയണത് പോലെ കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ആണെങ്കിലും കുറച്ച് അഭിമാനിയായിരുന്നത് കൊണ്ട് ഐ ഡിഡ്ന്റ് വോണ്ട് ടു ബി റിജക്റ്റഡ്. അപ്പോൾ സോ ഐ ബിൽറ്റ് എ സ്ട്രാറ്റജി. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി അപ്രോച്ചിലൂടെയാണ് ഈ പറയണ നമുക്ക് ഇവരോട് കാറ് ചോദിക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ ഔഡിയുടെ സംഗതി ഒന്ന് പൂരിപ്പിക്കാം. അവരെന്നോട് ചോദിച്ചത് ഭയങ്കര രസമായിരുന്നു. ഈ ഹൂ ആർ യു എന്ന് ചോദിച്ചതിന് കൂടെ ദേ ആക്ച്വലി ആസ്ക് മീ ടു സബ്മിറ്റ് എ പ്രസൻറ്റേഷൻ. വാട്ട് ഈസ് യുവർ വിഷൻ? ഡ്രൈവ് മീ ഓൺലൈൻ്റെ വിഷൻ എന്താണ്? 10 കൊല്ലത്തിൽ നിങ്ങൾ എവിടെ കാണുന്നു നിങ്ങളെ തന്നെ? അതായത് കോർപ്പറേറ്റ് പ്രസൻറ്റേഷനാണ്. സോ ഞാൻ ഓവർനൈറ്റ് ഇരുന്ന് ഞാനൊരു പ്രസൻറ്റേഷനൊക്കെ ഉണ്ടാക്കി. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം എൻ്റെ മനസ്സിലെ ഐഡിയയും ഞാൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളതൊക്കെ എനിക്ക് തന്നെ കൂടുതൽ വ്യക്തമാകുന്നത് ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അന്ന് ഇവിടുത്തെ ഔഡിയുടെ റീജിയണൽ കമ്മ്യൂണിക്കേഷൻ ഹെഡ് കാരൻ ഹാഫർകോൺ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ലേഡി ആയിരുന്നു. And there was Rami Jowdy, Rami Jowdy was one of the marketing guys, young guy. He's now the head of communications for Rolls-Royce. അപ്പം പുള്ളിക്ക് ഭയങ്കര ഫേവറബിൾ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് ഞാൻ ഔഡി TTയാണ് ചോദിച്ചത്. അപ്പം ഞാൻ ഈ പ്രസൻറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഔഡി പറഞ്ഞു ഓക്കെ കൊള്ളാം, കുഴപ്പമില്ല, നന്നായി, ഇയാൾ എവിടേക്ക് പോകുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ട് സെഡ് ഓക്കെ യു സ്റ്റാർട്ട് വിത്ത് Audi A1. ഞാൻ പറഞ്ഞു ഓക്കെ കൂൾ, TTയിലോട്ട് നമുക്ക് എത്താം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഒരു പ്രസൻറ്റേഷൻ ആണോ ഇതോ മാറ്റിമറിച്ചത് അല്ല, ഞാൻ പറഞ്ഞ ആ സ്ട്രാറ്റജി കൂടി ഉണ്ടായിരുന്നു. ദിസ് ഇസ് എ സ്ട്രാറ്റജി ദറ്റ് ഐ എംപ്ലോയിഡ്. ഈ പ്രസൻറ്റേഷൻ മാത്രം പോരാ, കാരണം യു നീഡ് ടു ഷോ സംതിങ്, റൈറ്റ്? അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് ഞാൻ പിന്നെ ടുക്ക് കാർസ്. അതായത് ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിലും നമ്മളിപ്പം പുതിയ അസ്പയറിങ് ബ്ലോഗേഴ്സും ഒക്കെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാറൊക്കെ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് കാണിക്കില്ലേ, അതുപോലെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ആൻഡ് ഇറ്റ് വാസ് ഓൾസോ ലിങ്ക്ഡ് ടു മൈ പർപ്പസ് ഓഫ് ബ്ലോഗിങ് കേട്ടോ. ഐ വുഡൻ സേ ബ്ലോഗിങ്, കാരണം ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് ബ്ലോഗിങ് എന്നൊരു ഓപ്ഷൻ ഇല്ല, മീഡിയ എന്ന് തന്നെയാണ്. So I had to position myself as an automotive journalist. And there, the credibility is much more important. Right. So, ഇപ്പോൾ ഉദാഹരണത്തിന് 2018 മുതൽ ഒരു 2 years I was doing cover stories for Outlook India. Cover stories in automotive. പിന്നെ അത് കഴിഞ്ഞിട്ട് Tribune. Indian carsന്റെ അത് based in the UAE. Where worldwide relevance was there. I'll give you an example. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ വെരി ഫസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾ റോഡ് ട്രിപ്പ് പോയപ്പോൾ, സോ ഐ ഗോട്ട് ടു ഡ്രൈവ് ദ ലേറ്റസ്റ്റ് 3 ഇലക്ട്രിക് കാർസ് ക്രോസ് കൺട്രി ഫ്രം പ്രിട്ടോറിയ ടു കേപ്പ് ടൗൺ. അപ്പോൾ ദിസ് വാസ് എ സ്റ്റോറി വിച്ച് വാസ് റെലവൻറ്റ് ടു എ global market, the way you placed it in perspective. So that I could run it on പിന്നെ ട്രിബ്യൂണിലായാലും ഔട്ട്ലുക്ക് ഇന്ത്യയിലായാലും. ഔട്ട്ലുക്ക് ഇന്ത്യയിലൊക്കെ എഴുതുന്നത് ഭയങ്കര ഒരു പ്രിവിലേജാണ്. സോ അവിടേക്ക് എത്തിയപ്പോഴേക്കും there was no question about establishing your credibility. But at the start you had to kind of do a mix. So ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സുബറു ലെഗസി എടുത്തത്. സുബറു ലെഗസി എടുക്കാൻ that was my first review car. സുബറു ലെഗസി എടുത്തതിന് ഒരു കാരണമുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ
ഡിസേർവിങ് ആയിട്ടുള്ള, അതായത് നല്ല കാറുകൾ, എന്നാൽ അധികം മാർക്കറ്റിങ്ങിൽ കാണാത്ത, അഥവാ പിന്നെ ഒത്തിരി പേര് റിവ്യൂ ചെയ്ത് കാണാത്ത കാറ്. അപ്പോൾ അവിടെയും ഒരു നൊബിലിറ്റിയാണ്. ഇത് ഡിസേർവ് ചെയ്യുന്ന കാറിന് നമ്മളിത് കൊടുക്കുന്നു എന്ന്. ഓഫ് കോഴ്സ് അന്ന് നമ്മൾ കൊച്ചണിക്കാര്യത്തിലേക്ക്, അതായത് നമ്മൾ വളരെ നൈവാണ്. അതിൻ്റെ മാർക്കറ്റിംഗ് പരിപാടികളും കാര്യങ്ങളും അതിൻ്റെ സട്ടിൽറ്റീസും പൊളിറ്റിക്സും ഒക്കെ നമ്മൾ പിന്നെയാണ് റിയലൈസ് ചെയ്യുന്നത്. പക്ഷേ അന്നേരം വി ഹാവ് എ ക്ലിയർ ഇൻറ്റൻഷൻ. ഓക്കെ ഫൈൻ, Subaru Legacy is a great car. Nobody is talking about it. Let me talk about it. So അത് ചെയ്തു കഴിഞ്ഞ് രണ്ടാമത് എടുക്കുന്നത് MGയുടെ 750 എന്ന് പറയുന്ന കാറ്. ഓക്കെ, അത് റോവർ 75 MG വാങ്ങിയപ്പോൾ MG 75 ആയതാണ്. ഓക്കെ, ക്ലാസിക് ലക്ഷറി, ലുക്സ് എ ലോട്ട് ലൈക്ക് ജാഗ്വാർ. അപ്പോൾ അത് ഈ പറയുന്ന പോലെ അതും ആരും സംസാരിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അത് അന്നേരമൊക്കെ എടുത്തതിൻ്റെ ഗുണം അത് വളരെ പെട്ടെന്ന് ഒരു ക്ലാസിക് കാറായി മാറി, കാരണം മാർക്കറ്റിൽ നിന്നൊക്കെ മാറി. സോ അന്ന് ഇതൊക്കെ ഓടിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഓക്കെ, അപ്പോൾ അന്ന് സെക്കൻഡ് കാർ അതായിരുന്നു. തേർഡ് കാർ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്പോൾ നോക്കിയപ്പോൾ എനിക്കൊരു ലക്ഷറി കാർ വേണം. ആ ലക്ഷറി കാർ ഇപ്പം സുബറിൽ ഫാമിലി, സ്പോർട്ട്, ക്ലാസിക് ലക്ഷറി അതൊക്കെ വന്നു. ഇനി ഒരു ലക്ഷറി കംഫർട്ട് കാർ വേണം, പോർട്ട്ഫോളിയോട്ട് കയറ്റണം. അപ്പം ഈ ബേസിക്കലി വാട്ട് യു സെഡ് ഇസ് വാട്ട് ഐ എം ഡൂയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് വി ഹാവ് സംതിങ് ടു ഷോ വെൻ വി അപ്രോച്ച് പീപ്പിൾ. അപ്പോൾ എൻ്റെ ചേച്ചി ആ സമയത്താണ് ഒരു ബ്രാൻഡ് ന്യൂ ലെക്സസ് ES 350 വാങ്ങിക്കുന്നത്. ഓക്കെ, ആൻഡ് പെർഫെക്റ്റ്. അതുപോലെ ആ വീക്കെൻഡിൽ ഷി വാസ് ട്രാവലിംഗ്. സോ ഈ വണ്ടി എനിക്ക് തന്നിട്ട് പോയി. തിരിച്ചു വന്നപ്പോഴേക്ക് റിവ്യൂ റെഡി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്താ ലക്ഷറി കാറുമായി. പിന്നെ അപ്പോൾ സോ ഇത് വെച്ചിട്ട് ഞാൻ സ്കോഡയെ അപ്രോച്ച് ചെയ്തു. ഓക്കെ, ഒക്ടേവിയ RS എന്തൊരു വണ്ടിയായിരുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ ഓട്ടോമോട്ടീവ് സർപ്രൈസസ് ആരംഭിക്കുന്നത്. കാരണം യു എക്സ്പെക്ട് ഒക്ടേവിയ ആസ് ഒരു പിന്നെ ഒരു 5 സീറ്റർ ഒരു കാറ്. ഒക്ടേവിയ RS എന്ന കാറ് റാലി സ്പോർട്ടാണ്. പറക്കും, തീ പാറുന്ന ഡ്രൈവ്. സോ നമുക്ക് ഇങ്ങനെ ഓരോ, അതായത് സർപ്രൈസസ് ഇതിനകത്ത് ഫീൽ ചെയ്ത് തുടങ്ങുന്നത് ആ ഒരു കാറ് മുതലാണ്. ഓക്കെ, എന്നിട്ട് ഇറ്റ് വെൻറ്റ് ഓൺ. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ധൈര്യമായി ആൾക്കാരോട് ചോദിക്കാം. ആൻഡ് ഐ യൂസ് ടു റൈറ്റ് പ്രിറ്റി വെൽ ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് ഓണസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് people started reading it more, and that way the automotive brands start respecting you more. They want you to review. You are invited to launches. So they started reaching out to you. Exactly. Oh, okay. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും you are accepted as a part of the media. അപ്പോൾ അതിനകത്ത് വ്ളോഗിങ്ങോ എന്നുള്ളൊന്നൊരു വ്യത്യാസമില്ല. സോ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ് ആസ് ഐ ടോൾഡ് യു, അന്ന് ഡിജിറ്റൽ മീഡിയ വളരെ കുറവാണ്. ഡ്രൈവർ ഏബിയ കഴിഞ്ഞാൽ സൂൺ ആഫ്റ്റർ ഓട്ടം മിഡിൽ ഈസ്റ്റ് വൈൻഡപ്പ് ഫോൾഡപ്പ് ചെയ്തു. പക്ഷേ മോട്ടറിങ് മിഡിൽ ഈസ്റ്റ് വന്നു, യല്ല മോട്ടർ വന്നു. അപ്പോൾ ഇതൊക്കെ വന്നപ്പോഴേക്കും അത് പിന്നെ ദ ഡിജിറ്റൽ ഓട്ടോമോട്ടീവ് മീഡിയ വാസ് ഗെറ്റിംഗ് ഫർണിഷ്ഡ് ആൻഡ് ഡ്രൈവ് മീ ഓൺലൈൻ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. Oh, okay. So you became, and credibility, by the time it was 2018, there was no need to look back. ഞാൻ പറഞ്ഞു പിന്നെ ഇന്ത്യയിലെ പബ്ലിക്കേഷൻസിൽ എഴുതുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, one great thing that happened is there's something called MICOTI. It used to be Middle East Car of the Year Awards. Okay. So in 2018 I was inducted into the jury. And this jury were composed of 18 automotive journalists from the entire region. Oh, okay. Jordan, Iraq, Egypt, and നമ്മുടെ GCC countries. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ട്, so when you are part of the jury, then and you establishing yourself without doubt. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യവും കിട്ടി. Alright, very good. നമ്മുടെ 96.7 FM-ആയിട്ട് ഉള്ള അസോസിയേഷൻ അതെങ്ങനെയാണ് സ്റ്റാർട്ടായത്? ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണെന്ന് എനിക്കറിയാം. അതിന് എനിക്ക് കണ്ണടച്ച് താങ്ക് യു പറയേണ്ടത് മിഥുൻ രമേഷിനോടാണ്.
ഓക്കെ. മിഥുൻ രമേശ് നമ്മുടെയൊക്കെ അലുംനയാണ്, പക്ഷേ അലുംനസ് ആണ്. പക്ഷേ അതിനപ്പുറം ഈ ലോകം അറിയുന്നത് പുള്ളിയെ ഒരു അടിപൊളി RJ, വൈബ്രൻ്റ് എനർജറ്റിക് RJ ആൻഡ് വെരി പിന്നെ പാഷനറ്റ് ആൻഡ് കമ്പാഷനറ്റ് പ്രസൻറ്റർ. പക്ഷെ അതിനപ്പുറം ഹീ ഈസ് എ വെരി ഷാർപ്പ്, ഭയങ്കര വിഷനുള്ള ഒരു പ്രോഗ്രാമിംഗ് ഹെഡാണ്. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു 2016 ഞാനൊരു 10-200 കാർ അപ്പോഴത്തേക്ക് ഓടിച്ചിട്ടുണ്ട്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 100 കാർ ഓടിച്ച മലയാളി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്തു മിഥുൻ. അപ്പോൾ വന്നിട്ട് ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ദിസ് റേഡിയോയിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു വേൾഡിൽ നമ്പർ 5 എന്നൊക്കെയുള്ളൊരു ഇത് കിട്ടിയായിരുന്നു. അപ്പോൾ സോ പുള്ളി സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് at the end of it he asked me, why don't we do this as a weekly program റേഡിയോയിൽ കാർ റിവ്യൂസ് വ്ലോഗിംഗ് എന്ന് പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ സൗണ്ട് വെച്ചിട്ട് വേണം പറയാൻ. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ റിവ്യൂ മാത്രമല്ല, പല ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ടോപ്പിക്കുമാണ്. അത് ഒരു റിയലി ചലഞ്ചിങ് കാര്യം, വണ്ടി കണ്ടിട്ടല്ലേ നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. എക്സാക്ട്ലി. അപ്പോൾ അതിനകത്തെ ചാലഞ്ച് എനിക്ക് 2 ചാലഞ്ചസാണ് തന്നത്. ഒന്ന്, അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇവർ റേഡിയോവിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തന്നിരിക്കുന്ന മാൻഡേറ്റ് എന്ന് പറയുന്നത് ഡു നോട്ട് ലെറ്റ് പീപ്പിൾ സ്വിച്ച് ചാനൽസ്. കാരണം ഒരു സംഗതി അതൊരു ഭയങ്കര ഉത്തരവാദിത്വമാണ്. കാരണം നമ്മളിപ്പോൾ ഒന്ന് ലാഗ് അടിക്കുവാണെങ്കിൽ അവർ മാറ്റും. ആൻഡ് യു കനോട്ട് പിന്നെ ബോഡി കോൾ ഇറ്റ് you cannot go with the assumption that കേട്ടുകൊണ്ടിരിക്കുന്ന 100 പേരും കാർ എന്തൂസിയാസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നല്ല എന്തൂസിയാസമുള്ള ആൾക്കാരുണ്ടാവും, അതിൽ പകുതി ആൾക്കാരല്ല 3/4 പങ്ക് ആൾക്കാരും കാറിനെ കാറായിട്ട് കരുതുന്നവരാണ്. ഒരു സംഗതി. അപ്പോൾ അവരെ പോലും നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് നിർത്തണം. എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാതോരാതെ സംസാരിക്കുന്ന ഒരു പരിപാടി പറ്റത്തില്ല. എന്നാൽ നമ്മളുടെ പാഷനും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളും കൺവേ ചെയ്യുകയും വേണം. അപ്പോൾ ഇതൊക്കെ കൂടെ കേട്ടപ്പോഴും ഞാൻ പേടിച്ചു പോയി, ശരിയാവുമോ? കാരണം അതിനകത്ത് രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് പിന്നെ ഈ സംഗതി വിഷ്വൽ മീഡിയം അല്ല, ലൈക്ക് യു സെഡ്. കാരണം നമ്മളൊരു കാർ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെലിവിഷനിലാണ്. അന്ന് ടോപ്പ് ഗിയർ മുതൽ ഫാസ്റ്റ് ട്രാക്ക് വരെ ഇഷ്ടംപോലെ അതെല്ലാം നമ്മൾ കണ്ട് ഇവിടുന്ന് ലൈറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് പറ്റില്ല. വി നീഡ് ടു കൺവേ ദ സോൾ ആൻഡ് ദ എസെൻസ് ഓഫ് ഇറ്റ്. ഇതിൻ്റെ ലൈറ്റ് കണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വന്നപ്പോഴേക്കും ഒരു പുതിയ ആംഗിൾ ഓഫ് റിവ്യൂ, അതായത് ഈ പറയുന്ന പോലെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമായിരിക്കണം, ആൾക്കാർക്ക് വാങ്ങിക്കാനും അവർക്ക് അപ്പീൽ ചെയ്യുന്നത് എന്തായിരിക്കണം, ഇതിൻ്റെ ആകെ മൊത്തം അനുഭവം എക്സ്പീരിയൻസ് എന്തായിരിക്കണം, അപ്പം ഇതൊക്കെ പറയണം. അപ്പം ഞാൻ പറഞ്ഞു ഇതിനെ വരട്ടെ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഒരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ he called me again on this thing to talk about travel and car experiences. അത് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മൈക്കിൻ്റെ പുറകിലിരുന്ന് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് അത് കേൾക്കാൻ താല്പര്യമുള്ളവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൊള്ളാം, നമുക്ക് ചെയ്യാം. ഇഫ് ദ ഓഫർ ഇസ് സ്റ്റിൽ ഓപ്പൺ ഐ എം വില്ലിംഗ് ടു ടേക്ക് ഇറ്റ്. ഓക്കെ. മിഥുൻ പറഞ്ഞു ഇറ്റ് വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ യു ടു സേ യെസ്. അപ്പോൾ എപ്പോൾ തുടങ്ങാം? ഇപ്പോൾ തുടങ്ങാം. ഇത് പുള്ളിയുടെ ഒരു അപ്രോച്ച് അങ്ങനെയാണ്. സോ ഫെബ്രുവരി 14 so we dedicated this program called Test Drive to the love of cars. Okay. So and then we are into the 10th year now. So that's how it all. അതിനിടയ്ക്കൊരു ലെജൻഡറി ഒരു റിവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു കല്ലിനുണ്ട്. അതൊന്ന് പെട്ടെന്ന് ചുരുക്കി പറയാം. See, actually, that's again something that was not planned. And I think things that make a dent, things that make a breakthrough are sometimes, or most of the times, things that you don't plan for.
കാരണം നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഇതൊരു റോൾസ് റോയ്സ് കള്ളിനായിരുന്നു. ഇപ്പോഴും എൻ്റെ വ്യൂവേഴ്സിനോടും മറ്റും ഒരു റിവ്യൂ നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് കള്ളിന് എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യം അത് അന്ന് വരെ ഫോളോ ചെയ്തിരുന്ന ഒരു ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഞാനും അൽത്താസ് അലി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട്, ഈസ് എ ഡയറക്ടർ ഓഫ് ലാവൻഡർ എന്ന് പറയുന്ന മലയാള സിനിമയുടെ, ഞങ്ങൾ ഒരുമിച്ച് ജസ്റ്റ് രസത്തിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു ഇങ്ങനെ കാർ റിവ്യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് പുള്ളി എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, വിഷു ആയിരുന്നു, നല്ല മുണ്ടും ജൂബയൊക്കെ ഇട്ട് നമുക്കൊരു ട്രെയിലർ ചെയ്യാം കള്ളിനെ. ഞാൻ പറഞ്ഞു ട്രെയിലർ ചെയ്യാൻ പറഞ്ഞു, അൽത്താസേ എന്തൊരു ഐഡിയ, നമുക്കിത് പിന്നെ ട്രെയിലറായിട്ടല്ല, നമുക്ക് ആ റിവ്യൂ അങ്ങനെ ചെയ്യാം. അങ്ങനെ റോൾസ് റോയ്സ് കള്ളിനൻ, അതായത് ലോകം അങ്ങോട്ട് കാണുന്നതേ ഉള്ളൂ ആ SUV ആൻഡ് റോൾസ് റോയ്സ് സാധാരണ റിവ്യൂ ചെയ്യുന്ന ആളുകൾ ദേ ഡു ഇറ്റ് ഇൻ 3 piece ഓർ അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് ഫോമൽ ഇത് ജാക്കറ്റ് അങ്ങനെയൊക്കെ ഇട്ട് ആ ഒരു രീതിയിലാണ്. റോൾസ് റോയ്സിനോട് ഒരു നമ്മുടെ ഏറ്റവും വലിയ ബഹുമാനം കൊടുക്കുന്ന സംഗതി ഏതാ? ഈ റിവ്യൂ മലയാളത്തിലായിരുന്നേ. നമ്മുടെ ട്രഡീഷണൽ വെയർ, അതിനപ്പുറം ഒരു ബഹുമാനം നമുക്ക് കൊടുക്കാനില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കുന്ന ആൾക്കാരെടുത്ത്. പക്ഷെ എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളിതൊരു ജുബയും പിന്നെ മറ്റേ കസബ് കരയുള്ള മുണ്ടും ഒക്കെ ഉടുത്ത് പച്ച മലയാളത്തിൽ എന്താണ് കരുതൽ, എന്താണ് ആഡംബരം എന്ന് വെച്ചിട്ട് നമ്മളൊരു സാധനം ചെയ്തു. അത് മലയാളത്തിൽ മാത്രമേ ചെയ്തുള്ളൂ, മലയാളത്തിൽ മാത്രമേ ചെയ്തുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് നമ്മൾ, അതായത് ഹിറ്റ് FM-ലെ ഫേസ്ബുക്കിലാണ് ഞാൻ അത് ആദ്യം പോസ്റ്റ് ചെയ്യുന്നത്. 3 മണിക്കൂർ തികയുന്നതിന് മുമ്പ് 30,000 വ്യൂസ്. ആ മൊത്തത്തിൽ ആ ഒരു ഇതിന് 10,000-ത്തിനപ്പുറം ഷെയർസ് ഉണ്ടായിരുന്നു. ആൻഡ് മില്യൺസ് ക്രോസ് ചെയ്തു എന്ന് പറയേണ്ട കാര്യമില്ല. സോ ലൈക്ക് ആൻഡ് അതൊരു ഭയങ്കര. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സെയിം വേ റോൾസ് റോയ്സിൻ്റെ ഫാൻറ്റം, അതിനും ഹിറ്റ് FM-ൽ മാത്രം, എൻ്റെ യൂട്യൂബൊക്കെ വേറെ, ഹിറ്റ് FM-ൽ മാത്രം 4 മില്യൺ വ്യൂസ് പോയി. സോ ആൻഡ് മലയാളികൾ മലയാളത്തിൽ പറയുന്ന റിവ്യൂസ്, അതിൻ്റെ കോമെൻറ്റ്സ് എൻ്റെ പിന്നിലെ ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. ശരിക്കും നമുക്ക് ഒരു 1000 വർഷം മുമ്പോട്ട് പോകാനുള്ള ഊർജം തരുന്ന പിന്നെ ഇതാണ് മലയാളികൾ തന്നത്. അതായത് അവർ പറഞ്ഞു ഈ പച്ച മലയാളത്തിൽ ഇത്ര മനോഹരമായിട്ട് ഒരു കാർ റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തന്നതിന് നന്ദിന്ന്. അപ്പുറം എന്താ വേണ്ടത് നീ? Alright, Sudeep, in this 15 years, 1.5 പതിറ്റാണ്ടിൽ, you must have come across a lot of astonishing experience with people and cars. അങ്ങനെ എന്തെങ്കിലും റിക്ലക്ട് ചെയ്യാൻ പറ്റുന്നു? തീർച്ചയായിട്ടും. കാരണം കാറുകൾ മെഷീൻസാണ്. അത് കാർ എന്തൂസിയാസ്റ്റിന് ദേ ആർ നോട്ട് മിയർ മെഷീൻസ്, സോളുള്ള മെഷീൻസാണ്. പക്ഷേ എന്നൊക്കെ പറഞ്ഞാലും ഇതിൻ്റെയൊക്കെ ഹാർട്ടിൽ എക്സ്പീരിയൻസസ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ഡ്രൈവ് ബട്ട് ദ ഹോൾ നമ്മളുടെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറേ അനുഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ നടുക്കാരാ പീപ്പിളാണ്. അപ്പോൾ ദാറ്റ് ഈസ് വെയർ, സോ ലൈക്ക് എവറിഥിങ് എൽസ് ഇറ്റ് ഓൾ കംസ് ബാക്ക് ടു ദ സെൻറ്റർ പോയിന്റ് വിച്ച് ആസ് യു സെഡ് പീപ്പിൾ. അങ്ങനെ നോക്കുവാണെങ്കിൽ രസമുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ യാസ് മറീന സർക്കിറ്റിൽ സ്റ്റാർസ് പ്ലേ റിവ്യൂ തുടങ്ങിയ സമയത്ത് ജാഗ്വാർ ലാൻഡ് റോവർ സ്പോൺസർ ചെയ്ത് ഇവിടെ അതിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് എത്തുന്നത് BBC ടോപ്പ് ഗിയർ ടീമാണ്. നമ്മളിങ്ങനെ ടോപ്പ് ഗിയർ ഫാൻസ് ആയിരിക്കുന്ന സമയം അത് പണ്ട് പോലെ ഉണ്ട്. അപ്പോൾ അതിൽ ക്രിസ് ഹാരിസ് എന്ന് പറയുന്ന പുള്ളിയുടെ യൂട്യൂബ് റിവ്യൂസ് ആണെങ്കിലും പുള്ളിയുടെ രീതികളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റും കാർ റിവ്യൂവറും മാത്രമല്ല, കാർ റിവ്യൂ കൺസ്യൂം ചെയ്യുന്ന ഫാൻ ആൻഡ് അഡ്മയറർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ക്രിസ് ഹാരിസിനെയൊക്കെ, അപ്പോൾ ക്രിസ് ഹാരിസും ഉണ്ട്, സ്റ്റിഗും ഉണ്ട്. ഇത് മറ്റേ ഹെൽമെറ്റ് ഇട്ട പിന്നെ മൊത്തം മുഖം കാണാൻ പറ്റാത്ത കക്ഷി. അപ്പോൾ അത് ചിലർ പറയുന്നുണ്ട് ഷൂമാക്കറായിരുന്നു ഒരു സമയത്ത്, പിന്നെ എന്നൊക്കെ. അത് ഷൂമാക്കറായിരുന്നോ വെർസ്റ്റാപ്പൻ ആണോ തെറ്റില്ല, പക്ഷെ എന്നൊക്കെ ഉള്ളത് കൺജക്ചറാണ്. അപ്പോൾ
സോ ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ സ്റ്റിഗ്നെ അല്ല എടുത്തത്. അപ്പോൾ they could, we could choose one person to drive you around on Yas Marina circuit. Okay. Yeah. എന്നാലോചിച്ച് നോക്ക്. അതിൻ്റെ ആ ഒരു അപ്പോൾ ആ ഒരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി അല്ലേ, ഭയങ്കര രസമല്ലേ. അപ്പോൾ ക്രിസ് ഹാരിസിനെ ഞാൻ ചൂസ് ചെയ്തത്. കാരണം മിണ്ടാതിരിക്കണ്ടല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഇല്ലെങ്കിൽ ഈ പറയുന്ന യാസ് മറീന സർക്യൂട്ടിൽ വണ്ടി പോകുന്നതനുസരിച്ച് അന്ന് ഒന്ന് സ്ക്രീൻ ചെയ്യാനേ പറ്റൂ, അവരോട് എന്തെങ്കിലും പറയണ്ടേ. സോ ക്രിസ് ഹാരിസും ഞാനും കൂടെ വി ഹാഡ് എ നൈസ് ചാറ്റ്. പുള്ളി ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് എന്നെ അതിനകത്ത് കറക്കി. അപ്പോൾ അതൊരനുഭവം. പിന്നെ ഈ BBC ടോപ്പ് ഗിയർ പറയുമ്പോൾ തന്നെ വേറൊരു രസമുള്ളത്, ഇതിനൊക്കെ മുമ്പ് ഞാൻ കൊച്ചായിരിക്കുമ്പോൾ ടോപ്പ് ഗിയർ കണ്ടിരുന്നപ്പം അവിടെ ജെറമി ക്ലാർക്സണിന് മുമ്പ് വന്ന ഒരാളുണ്ട്. അത് പലർക്കും അറിയില്ല. ഇപ്പം ഞാനും പിന്നെ ഹാനി മുസ്തഫയും കൂടെ ഒരു ട്രിപ്പിൽ പോകുമ്പോഴാണ് ഈ പുള്ളിയെ കണ്ടത്. അപ്പോൾ ഹാനി ഇമ്മീഡിയറ്റ്ലി, കാരണം ഞങ്ങൾക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ക്വെന്റിൻ വിൽസൺ, he was the first superstar among car reviewers. Doing it for Top Gear. ഞങ്ങൾ പോകുന്നത് ഈയിടെ 2 വർഷം മുമ്പ് 1000 മില്യ 1000 മൈലുകളുടെ ഒരു റേസാണ്, ക്ലാസിക് കാർസ്. അത് ഇറ്റലിയിലാണ്. പക്ഷേ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളും കൊണ്ടുവരുന്നത് പോലെ കഴിഞ്ഞ ഒരു 2-3 കൊല്ലം മുമ്പ് UAE അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ ക്രോസ് കൺട്രി ആയിട്ട്. അപ്പോൾ അതിൽ ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റ് എന്ന രീതിയിൽ എന്നെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ സെലക്ട് ആയിട്ടുള്ള ആൾക്കാരെ വിളിച്ചതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കിട്ടി. ഈ 1000 മൈൽസ് ആക്ച്വലി പോവോ? 1000 മൈൽസ് പോവും, 1600 കിലോമീറ്റർ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ഇവിടെ ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഫുജൈറ, റാസൽ ഖൈമ, ആൻഡ് ദെൻ കമ്മിങ് ബാക്ക് ടു, ബിക്കോസ് ഇറ്റ്സ് എ 5-day തിങ്. അത് 4 days ഡ്രൈവ് ആണ്. ഒരു ദിവസം 400 കിലോമീറ്റർ ഓടിയാൽ പോരെ. അപ്പോൾ ഇത് പോയിട്ട് അപ്പോൾ അബുദാബിയിൽ നിന്ന് പോയി ഇത് ഈ 7 എമിറേറ്റ്സിലും ചുറ്റി എത്തുമ്പോഴേക്കും 1000 മൈൽ തികഞ്ഞിരിക്കും. അപ്പോൾ അത് നോക്കിയപ്പോൾ ഞങ്ങൾ ഫുഡ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ പരിചയമുള്ളൊരു ഫേസ്, ക്വെന്റിൻ വിൽസൺ. അപ്പോൾ ആൻഡ് ഹി വാസ് സോ ഡൗൺ ടു എർത്ത്. അതായത് he was just talking to us as another car enthusiast. അപ്പോൾ വെരി അൺഫോർച്ചുനേറ്റ്. അതിൻ്റെ അടുത്ത വർഷം പുള്ളി ഈ സക്കം ടു എ മേജർ ഇൽനെസ്. പക്ഷേ അപ്പം ഇങ്ങനെ പിന്നെ പിനിൻ ഫെറീന എന്ന എംബ്ലം സിഗ്നേച്ചറാണ് നമ്മൾ കാണാറുള്ളത്. ഏത് ഫെറാറിയിലും കണ്ടിട്ടുണ്ട്, മസറാത്തിയിലും കണ്ടിട്ടുണ്ട്, ഹ്യുണ്ടൈ വെലോസ്റ്ററിലും കണ്ടിട്ടുണ്ട്. പക്ഷേ to have Pininfarina himself right in front of you and to chat for half an hour, അതൊരു രസമാണ്. സോ പിനിൻഫെറീന, പിന്നെ പഗാനി, നമ്മൾ ഈ പറയുന്ന സൂപ്പർ ഹൈപ്പർ കാർസിൽ കാണുന്ന പേര് ഹൊറേഷ്യോ പെഗാനി. ഇവിടെ മീറ്റ് ചെയ്തു. പുള്ളിയുടെ കയ്യൊപ്പിട്ട ഒരു തൊപ്പിയൊക്കെ കിട്ടി. പിന്നെ പുള്ളിയോട് സംസാരിച്ചു, കുറച്ച് നേരം വാചകമൊക്കെ അടിച്ചു, ഫോട്ടോ ഒക്കെ എടുത്തു. സോ ഇതൊക്കെ രസമുള്ള സംഗതികൾ. ഇതിൻ്റെയൊക്കെ നടുക്ക് പീപ്പിളാണ്. സോ ഒരു സൈഡിൽ അങ്ങനെ പീപ്പിളും ഉണ്ട്, പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അങ്ങനെ ഒരു പീപ്പിൾ കൂടിയുണ്ട് ഒരു സൈഡിൽ. അല്ലേ? തീർച്ചയായും. നമ്മൾ ഫാൻസ് എന്ന് പറയുന്നവർ മാത്രമല്ല, വെൽ വിഷേഴ്സ് ഉണ്ട്. ഈ കാറുകൾ ഇവിടെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിനെന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഇത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വെച്ചെന്നേ ഉള്ളൂ. എന്നാലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് യു ഗെയിൻ ഫ്രം ദീസ്? ഇപ്പോഴാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനൊക്കെ കുറച്ച് പേയ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, ആ കോൺസെപ്റ്റ് തന്നെ വരുന്നത്. ആൻഡ് യു ഷുഡ് റിമെമ്പർ, ഐ വാസ് വൺ ഓഫ് ദി ഒറിജിനൽ ജേർണലിസ്റ്റ്, മീഡിയ. അപ്പോൾ അവിടെ പൈസ എന്നൊരു സംഗതിയല്ല, നമ്മൾ വളരെ റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ചില ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്. ദീസ് ആർ പ്രഷ്യസ്. തൊപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഗാനിയുടെ ഒപ്പിട്ട തൊപ്പി. അതുപോലെ ഇത് പിന്നെ ഔഡിക്ക് പണ്ട് ഒരു കസ്റ്റം ഉണ്ടായിരുന്നു, ഔഡിക്കും ഫോക്സ് വാഗനും. അപ്പോൾ നമ്മൾ പോയി വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ ബ്രീഫ് ചെയ്യും, വണ്ടി ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ബ്രീഫ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് വരും. അതിൽ സോറി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാനത് വിട്ടുപോയതാണ്. ഈ നമ്മൾ വണ്ടി റിവ്യൂ ചെയ്യാൻ പോകുന്നതിന് മുന്നേ അതിൻ്റെ പ്രിപ്പറേഷൻസ് അതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കി ഇതിൻ്റെ കൂടെ പറയാമോ? ഞാൻ പറയാം. ഇംപ്രോംപ്റ്റു ആണോ അതോ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ടോ? പറയാം.
അപ്പോൾ ഈ ഔഡി ഈ പറയുന്ന ഒരു ബ്രീഫിംഗ് ഒക്കെ തന്നിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു ബാഗ് തരും. ഒരു പെപ്പർമിൻറ്റ് കാണും. ഫോക്സ് വാഗൺ ഇങ്ങനെ തന്നെ ഒരു പെപ്പർമിൻറ്റ് കാണും, ഒരു പേന കാണും, അതിൻ്റെ കൂടെ ഒരു കാർ മോഡലും കാണും. ഓക്കെ, പറയേണ്ടതില്ലല്ലോ കാർ മോഡൽ, അതായത് പ്രോട്ടോടൈപ്പ്. വാ മിനിയേച്ചർ. ഇതെനിക്ക് തോന്നുന്നു ഇത് Q8 ആണ്. ഓക്കെ, ഇത് കാണുമ്പോൾ ഇതിൻ്റെ ഒരു രസം അതാണ്, ഇത് കാണുമ്പോൾ നമുക്കൊരു കഥ തന്നെയാണ് മനസ്സിൽ വരുന്നത്. അതായത് ബിക്കോസ് ദിസ് ലോഞ്ച് ഹാപ്പൻഡ് ഇൻ ജബൽ അഖ്ദർ ഇൻ ഒമാൻ. അപ്പോൾ ഇത് ഓടിച്ച രീതി, അതായത് അഖ്ദർ വളരെ ലേറ്റായിരുന്നു. അവിടെ മുകളിൽ പിന്നെ എന്താ പറയുക, മാർക്കറ്റിംഗ് ബ്രീഫിങ്ങിന് ആൾക്കാർ വെയിറ്റ് ചെയ്യുക. എനിക്കന്ന് റേഡിയോ ഷോ ഉള്ള ദിവസമാണ്. അപ്പോൾ റേഡിയോ ഷോ ഉള്ള ദിവസം താഴെ ഞാൻ ബേസിൽ നിന്ന് റേഡിയോ ഇൻ ഫോണായിട്ട് എടുത്തു. ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ചെന്നപ്പോഴേക്കും ലേറ്റായി. അപ്പോൾ മുകളിൽ നിന്ന് അവർ വിളിച്ച് എന്ത്, ഞാൻ പറഞ്ഞു ഇവിടെ ഗേറ്റിൽ വിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. പുള്ളി പറഞ്ഞു, അവർ പറഞ്ഞ് നിങ്ങൾ സമയത്തിന് എത്തില്ല, എന്നാൽ പിന്നെ ഞങ്ങൾ മുമ്പോട്ട് പോട്ടെ. ഞാൻ പറഞ്ഞു മുമ്പോട്ട് പൊക്കോളൂ. എത്ര സമയമുണ്ട്? 35 മിനിറ്റ് ഉണ്ടെന്നോ. ഞാൻ പറഞ്ഞു നിങ്ങൾ തുടർന്നു, ഞാൻ മറ്റേ മോഹൻലാൽ പറയുന്ന പോലെ രണ്ടാമത്തെ പെഗിൻ്റെ മൂന്നാമത്തെ ഐസ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങളുടെ പിന്നെ 5ാമത്തെ സ്ലൈഡ് വരുമ്പോഴേക്ക് ഞാനങ്ങ് എത്തിയിരിക്കും. ബിനിൽ, ദാറ്റ് ഡ്രൈവ് വാസ് അൺഫർഗെറ്റബിൾ. ഒന്ന് പണി നടക്കുന്നുണ്ട്, മല ആണ്, ഒരു സൈഡിലൊക്കെ ഇങ്ങനെ പ്രശ്നമാണ്. ഐ വാസ് ദെയർ ബിഫോർ ദ പ്രസൻറ്റേഷൻ സ്റ്റാർട്ടഡ്. ഔഡി Q8 അതാണ് ഈ കാറ്. അപ്പോൾ അങ്ങനെ ഓരോ കാറുകൾക്കും അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന 488 GTB എന്ന് പറയുന്നത്, പിന്നെ 488 GTB. Now this is a Ferrari. It's a landmark Ferrari. It's the first turbocharged V8 Ferrari ever. ഇത് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒരു കഥ, ഇതെല്ലാം മൈൽ സ്റ്റോൺസ് ആണ്. ആൻഡ് ഒരു കാർ എന്തൂസിയാസ്റ്റ് എന്ന രീതിയിൽ ഈ സംഗതികളൊക്കെ ദീസ് ആർ പാർട്ട് ഓഫ് യുവർ ഷോ കേസ്. ടേക്ക് ആൻ ആ നടുക്കുള്ള ഒരു രസമുള്ള ഒരു സംഗതി, പോർഷയുടെ ഇലക്ട്രിക് കാർ ടേക്ക് ആൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നമ്മുടെ ഒരു ചെറിയ റിവാർഡ്സ് ആയിട്ടൊക്കെ കിട്ടുന്നത്, സൂക്ഷിച്ചു വെക്കാൻ. പിന്നെ യു ആസ്കിങ് മീ അബൌട്ട് ദ പ്രിപ്പറേഷൻസ്. സി, ഇതിനകത്ത് 2 രീതിയുണ്ട്. പ്രിപ്പറേഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ വെറും ബ്ലോഗറും അല്ല, ഇൻഫ്ലുവൻസർ എന്ന് നമ്മൾ പറയുന്ന ഒരു സംഗതി അല്ല എന്ന് ഓർത്തോണം. ഐ എം എ റിവ്യൂവർ, ഐ എം എൻ ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റ്. പീപ്പിൾ ടേക്ക് സീരിയസ്ലി, പീപ്പിൾ കൗണ്ട് my words when they buy cars. So you have to be committed to them. It's a responsibility. Yes. ഭയങ്കര അത് ഇത് ഞാൻ ചോദിക്കാതെ തന്നെ പറയുക, വാട്ട് ഈസ് യുവർ ഗ്രേറ്റസ്റ്റ് റിവാർഡ് എന്ന് ചോദിച്ചാൽ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഇൻബോക്സിൽ വരുന്ന ചോദ്യങ്ങൾ, ഇന്ന കാർ കൊള്ളാമോ, വാങ്ങിച്ചോട്ടെ. അപ്പോൾ ഞാൻ പറയുക, എനിക്കറിഞ്ഞു, ഞാൻ ഓടിച്ചിട്ടില്ല ഇതുവരെ, അതിൻ്റെ അവൈലബിലിറ്റി ചിലപ്പോൾ ഒരു മാസമാവും. We will wait. Those 3 words. I will wait. We will wait. എൻ്റെ ക്രെഡിബിലിറ്റിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണത്. ദാറ്റ് ഈസ് വാട്ട് ഐ എം വർക്കിംഗ് ഫോർ. മനസ്സിലായോ? അപ്പം അത് അങ്ങനെയുള്ളവരോട് നമ്മൾ കൂറു പുലർത്തണം. നമ്മൾ പഠിച്ചിട്ട് വേണം, വളരെ ഏണസ്റ്റായിട്ട് വേണം റിവ്യൂ ചെയ്യാൻ. അവരുടെ ടെക്നിക്കൽ മാനേജറുമായിട്ട് ഇരിക്കാറുണ്ടോ? എങ്ങനെയാണ് നമ്മൾ അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വണ്ടി എടുക്കാൻ ചെല്ലുമ്പോൾ പണ്ടേ ഉള്ള ഒരു ഇതാണ്, അവർ നമുക്കൊരു ബ്രീഫ്, ഐ ഇൻസിസ്റ്റ് ഓൺ അവരുടെ ടെക്നിക്കൽ പേഴ്സണുമായിട്ട് അല്ലെ മാർക്കറ്റിങ്ങിൻ്റെ ഹെഡാവാം, സംസാരിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ പുതിയതായിട്ട് എന്തുണ്ട്, ടെക്നോളജി ചേഞ്ച് ഉണ്ടോ, അങ്ങനെ അവരുടെ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ സമ്പാദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് ലിവ് അപ്പ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എത്രത്തോളം ആളുകൾക്ക് ഗുണം ചെയ്യും, എത്രത്തോളം നിൽക്കും, ഈ വക സാധനങ്ങൾ നമ്മുടെ ഇൻ്റർപ്രിറ്റേഷൻ കൊടുക്കാൻ പറ്റും. ദിസ് has been traditionally how you prepare for it. And then of course you read up also ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, വിക്കിപീഡിയ മുതൽ ബ്രോഷേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അപ്പം അതിൻ്റെ കഥകൾ നമ്മൾ അറിയാൻ വേണ്ടി. പിന്നെ വേറൊന്നുള്ളത്, വർഷങ്ങൾ കഴിഞ്ഞിട്ട്, ഇപ്പോൾ കുറേ വർഷം കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന പോലെ കുറേ കാറുകളൊക്കെ ഓടിച്ചു കഴിയുമ്പോൾ നമുക്കൊരു രസം കൂടി.
ടെക്നിക്കൽ ബ്രീഫിംഗ് എടുക്കും, പക്ഷേ നമ്മളതിൻ്റെ ഫോർ എക്സാമ്പിൾ എത്ര സൈസ് എൻജിനാണ്, എത്ര പവറുണ്ട്, ഈ വക കാര്യങ്ങളൊന്നും നമ്മൾ ആദ്യം വായിക്കില്ല. ഈ ചില കാറുകളുടെ ഇതിൽ നമ്മൾ ഡ്രൈവ് ചെയ്യും, ഓടിച്ച് നോക്കുമ്പോൾ നിന്നിട്ട് നമ്മളോട് തന്നെ ഒരു ചലഞ്ച് പറയും, ഇതൊരു V6 ആണ്, ടെർബോ ചാർജ്ഡ് ആണ്, ഒരു 320 ഹോഴ്സ് പവർ ഉണ്ട്, 480 ന്യൂട്ടൺ മീറ്റർ ഉണ്ട്. എന്നിട്ട് ചുമ്മാ കുട്ടികളുടെ കൂട്ടുള്ള ഇതൊരു നമ്മളൊക്കെ കുട്ടികളല്ലേ, അതുകൊണ്ടല്ലേ ഇത് രസമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നോക്കും, ഓ യെസ് ഞാൻ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ. വെരി ഗുഡ്. ആസ്പയറിംഗ് കാർ വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടാവല്ലോ, 18 എൻ്റെ മോളും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. ഷീസ് കാർ എന്തൂസിയാസ്റ്റ് എന്നാണ് പറയുന്നത്. അവരോടുള്ള അഡ്വൈസ് എന്താണ് ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നതിന് മുന്നേ? അസ്പയറിംഗ് വ്ളോഗേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു സംഗതിയുണ്ട്. ബിക്കോസ് മെനി ഓഫ് ദം ഇപ്പോൾ ഓട്ടോമോട്ടീവ് എന്ന രീതിയിലല്ല, ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും ഇൻസ്റ്റഗ്രാമേഴ്സും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഇൻബോക്സിൽ പിന്നെ ചോദ്യങ്ങൾ വരും, ഹൗ ടു ബിക്കം സീരിയസ് കാർ വ്ളോഗേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളൊരിത് പറയാം. മറ്റേത് ഇറ്റ്സ് മോർ ഓഫ് എ ലൈഫ് സ്റ്റൈൽ തിങ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി കമ്മിറ്റഡ് ടു വാട്ട് യു ഡൂയിങ്, റെക്കഗ്നൈസ് യുവർ പേർപ്പസ്. ഒരു 2 ഗ്ലാമർ ഉള്ള കാറുകൾ ഓടിച്ച് രസമായിട്ട് അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ well you can still do it because these days you can do it. Right. കുറച്ചൊരു ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അത് ഒരു സൈഡ്. പിന്നെ ഈസ് ഇറ്റ് ലൈക്ക് യു വോണ്ട് ടു പ്രൊവൈഡ് സീരിയസ് കൗൺസിൽ? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി എന്താ പറയുന്നത് പ്രിപ്പയർഡ്, equipped and prepared to take the pain to actually എന്താ പറയണേ, നമ്മൾ പറയുന്ന വേർഡ്സിന് വെയിറ്റ് ഉണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും പറയണതിന് മുമ്പ് എന്തെങ്കിലും പൊട്ടത്തിന് പറഞ്ഞിട്ട് പോയാൽ പോരാ. അപ്പം നമ്മൾ പറയുന്ന കാര്യത്തിൽ നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെൻറ്റും കൂറു പുലർത്തുക എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട്. അത് നമ്മളോട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ പറയുന്ന സാധനങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആവുന്നത് അത് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞാൻ പറയുമ്പം അതിൻ്റെ ഒരു അംശമോ അല്ലെങ്കിൽ അത്ര തന്നെയോ പകർന്നു കൊടുക്കാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് being true to what you're doing and feeling, feeling the love for cars which is already there in you. അതും അതിനകത്ത് ഒരു ആസ്പെക്റ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞ ആ ചെറിയൊരു സ്ട്രാറ്റജി ഹെൽപ്പ് ചെയ്യും, അതിപ്പോഴും ഹെൽപ്പ് ചെയ്യും. അന്ന് മാത്രമല്ല, pick your cars. Okay. What do you want to do? Like, if you want to specialize in supercars only, no problem, go ahead. ആരെങ്കിലും ബെഗ് ബോറോ സ്റ്റീൽ moments basically from owners of these cars പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നിന്ന് കോണ്ടൻറ്റ്, രസമുള്ള കോണ്ടൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, ഡ്രൈവ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ഇപ്പോൾ പഴയ വണ്ടികളായിരിക്കും അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സംഗതികളായിരിക്കും. സുദീപ്, താങ്ക് യു സോ മച്ച് ഫോർ joining us here. My pleasure. And all the best for all the future endeavors. Thank you so much. ഈ 15th ഇയറിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ മൈൽ സ്റ്റോൺ ആയിട്ട് സന്തോഷിച്ചിരിക്കുക മാത്രമല്ല, ആ സന്തോഷം ഒന്ന് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനൊരു അവസരം ഒരുക്കിയതിന് ബിനിൽ, താങ്ക് യു സോ മച്ച്. My pleasure. Thank you.